നമസ്കാരം. നിരവധി സ്വർണ്ണാഭരണ കടകളും നമ്മുടെ കേരളത്തിലുണ്ട്. ബിസിനസ് സ്ഥാപനങ്ങളും നമ്മുടെ കേരളത്തിലുണ്ട്. അതിൽ നിന്നും വേറിട്ട് സ്വന്തമായി പണിശാലയിൽ ഉരുക്കി പണിയുന്ന നിർമ്മിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്ത് നൽകുന്ന കുറഞ്ഞ പണിക്കൂലിയിൽ കസ്റ്റമൈസ് ചെയ്ത് ലഭിക്കുന്ന അശോക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ അശോക ഗോൾഡിൻ്റെ ഓണറായ മിസ്റ്റർ ചന്ദ്രൻ ചേട്ടനെയാണ്. ചന്ദ്രേട്ട വെൽക്കം. ചന്ദ്രേട്ട, ഈ കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായി നല്ല രീതിയിൽ പോകുന്ന ഒരു സ്ഥാപനമാണ് അശോക ഗോൾഡ്. അപ്പോൾ ഇതിൻ്റെ വളർച്ചയെ പറ്റി ഒന്ന് പറയാമോ, വിശദീകരിക്കാമോ? തീർച്ചയായും. ഞങ്ങൾ ഒരു 35 വർഷത്തോളമായി സ്വർണ്ണാഭരണ നിർമ്മാണമാണ് നിർമ്മിച്ച് ഞങ്ങൾ കേരളത്തിലെയും വെളിയിലുള്ള ടോപ്പ് കടകൾക്ക് കൊടുക്കുമായിരുന്നു ഞങ്ങളുടെ തൊഴിൽ. ഇപ്പോൾ ഒരു 10 വർഷമായി ഞങ്ങൾ റീറ്റെയിൽ തുടങ്ങിയിട്ട്. അപ്പോൾ റീറ്റെയിൽ തുടങ്ങി അത് ഞങ്ങൾ പണിസ്ഥലത്തിൻ്റെ കൂടത്ത് തന്നെ, വീടിനോട് ചേർന്നാണ് പണിസ്ഥലം, അതിൻ്റെ കൂടത്ത് തന്നെ ഒരു ചെറിയ റൂമിൽ റീറ്റെയിൽ കൊണ്ട് നടത്തി വരികയായിരുന്നു. ഇപ്പോൾ അതുകൂടാതെ ഞങ്ങൾ തിരക്കുണ്ട്, അത്യാവശ്യം നന്നായിട്ട് കച്ചവടമുണ്ട്. അത് കാരണം ഞങ്ങളിപ്പോൾ കുറച്ചും കൂടി സൗകര്യമായിട്ട് ഷോപ്പിൻ്റെ തൊട്ട് പറ്റി തന്നെ വേറൊരു ഇച്ചിരി കൂടി സൗകര്യമായിട്ട് റൂമൊക്കെ എടുത്ത് ഒരു ബിൽഡിങ് പണിത് അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥാപനം ഇരിക്കുന്നത്. ഇപ്പോൾ ആ നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം കസ്റ്റമേഴ്സ് ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുമോ, അത് എങ്ങനെയാണ്? അപ്പോൾ ഇവിടുന്ന് ഡിസൈൻസ് കാണിച്ചു കൊടുക്കുമോ, എങ്ങനെയാണ് അത് കസ്റ്റമേഴ്സിന് ആവശ്യപ്രകാരം ചെയ്ത് കൊടുക്കുമല്ലോ? ഇപ്പോൾ നിലവിൽ നമുക്കിവിടെ ഒരു കല്യാണ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ആവശ്യക്കാരായോ അല്ലെങ്കിൽ ഏതോ ആവശ്യക്കാരായിട്ടോ ഒരുമാതിരി എല്ലാ സാധനങ്ങളും നമുക്ക് ഷോപ്പിൽ നിന്ന് ഇപ്പോൾ ലഭിക്കും. നിലവിൽ അന്നേരം തന്നെ നമുക്ക് കൊണ്ടുപോകുന്നതാണ്. പിന്നെ അത് പറ്റാതെ എന്തെങ്കിലും പ്രത്യേകതരം ആഭരണങ്ങൾ ഒരു കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോയോ ഡിസൈനോ അല്ലെങ്കിൽ പേരോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതനുസരിച്ച് വർക്ക് ചെയ്ത് കൊടുക്കും. ഒരുമാതിരി എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ മറ്റു സ്ഥാപനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇത് വേറിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്വന്തമായിട്ട് പണിയുന്നതാണ്. അപ്പോൾ മറ്റു സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ മെഷീൻ വഴി സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അവരായിട്ട് എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടോ? നമുക്കങ്ങനെ പ്രതിസന്ധികൾ ഇല്ലെന്ന് തന്നെ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഞങ്ങൾ പണിക്കാരെ വെച്ച് ഞങ്ങളും കൂടി പണിയുന്നതാണ് ഞങ്ങളുടെ സ്ഥാപനം. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആര് ചെയ്യുന്നതിലും മേക്കിംഗ് ചാർജ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, പണിക്കൂലി. പിന്നെ കടകൾക്ക് ഞങ്ങൾ ഹോൾസെയിലായിട്ട് കൊടുക്കണമെന്നൊരു നേരിയ വ്യത്യാസം മാത്രം വരുത്തിയാണ് ഞങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കണം. അപ്പോൾ ഇവിടെ വന്ന് സ്ഥാപനം വാങ്ങുന്ന കസ്റ്റമർക്കെല്ലാം ആ പ്രോഫിറ്റ് ഡയറക്റ്റ് ലഭിക്കും. അപ്പോൾ മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ചുള്ള വ്യത്യാസം അതാണ്. അപ്പോൾ ഈ കസ്റ്റമേഴ്സ് വരുമ്പോൾ കൂടുതലും ആവശ്യപ്പെടുന്നത് ഇപ്പം ഡയമണ്ടും ഉണ്ട്, ആൻറ്റിക് ആഭരണങ്ങളുണ്ട്, അല്ലാണ്ടുള്ള ഗോൾഡും ഉണ്ട്. അപ്പോൾ ഏതാണ് കൂടുതൽ വ്യാപാരം നടക്കുന്ന ആഭരണം കാറ്റഗറി ഏതാണ്? കാറ്റഗറി ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഓർണമെന്റ്സ് ആണ് കൂടുതൽ നമുക്ക് പോകുന്നത്. എന്നാൽ ഇപ്പോൾ ഡയമണ്ടിനൊക്കെ നല്ല ഡിമാൻഡുണ്ട്. നമ്മുടെ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡയമണ്ടും നമുക്ക് ചിലവാകുന്നു. ചെയിൻസ് ഇപ്പം ഞാൻ വന്നപ്പോൾ തന്നെ കണ്ടു, മറ്റേ അതായത് നമുക്ക് കോളേജ് ഗേൾസ് ഒക്കെ ഇടുന്ന കൂടുതൽ ചെയിനുകളാണ് കൂടുതൽ ഡിമാൻഡ്. അതെ തീർച്ചയായും. ഇപ്പോൾ ഡയമണ്ട് ഇപ്പോൾ നമ്മുടെ വലിയ തൂക്കം കൂടിയ ആഭരണങ്ങളെക്കാൾ ഉപരി ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഡയമണ്ട് പോലെയുള്ള ചെറിയ നേരിയ സിമ്പിളായിട്ട്. പക്ഷേ വില നോക്കുമ്പോഴത്തേക്കും ഡയമണ്ടിനായിരിക്കും കൂടുതൽ. സാർ, അപ്പോൾ ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം എങ്ങനെയാണ്? ഇപ്പം പണിക്കൂലിയുടെ കാര്യത്തിലായാലും ഗോൾഡ് മേക്കിങ്ങിൽ മേടിക്കാൻ വരുമ്പോൾ കസ്റ്റമേഴ്സിന് എങ്ങനെയാണത് ഒന്ന് പറഞ്ഞു തരാമോ? അത് കറക്റ്റായ ചോദ്യമാണ്. ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളും നമ്മുടെ ഇവിടെ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പണിക്കൂലിയിലാണ് വ്യത്യാസം വന്നത്. നമുക്കിവിടെ മേക്കിംഗ് ചാർജ് ഏറ്റവും കുറവാണ്. അത് കുറച്ച് കൊടുക്കാൻ കാരണം നമ്മൾ ആദ്യം പറഞ്ഞ കാരണം തന്നെയാണ്. ഞങ്ങളിവിടെ മേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് കുറച്ച് തരാൻ പറ്റുന്നത്. അപ്പോൾ ഈ കുറച്ച് തരുമ്പോൾ ഇതിൻ്റെ ഗുണനിലവാരം കുറവാണോ എന്ന് കസ്റ്റമേഴ്സിന് ഡൗട്ട് ഉണ്ടാവും. അതിന് നമ്മൾ ഗവൺമെൻറ് HOD ഹാൾമാർക്ക് സീൽ വെപ്പിച്ച് തന്നെയാണ് ഇത് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയ ഓർണമെൻറ്റ്സ് മാത്രമേ നമ്മുടെ കടയിൽ നിന്ന് കൊടുക്കുന്നുള്ളൂ. ആ ഇത് തന്നെ നമുക്കിവിടെ വരുന്ന കസ്റ്റമർക്ക് കാണാനായിട്ട് ക്യാരറ്റ് അനലൈസർ മെഷീൻ നമ്മളിവിടെ കടയിൽ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നോക്കി ഇവിടുന്ന് എടുക്കുന്ന ഏത് സാധനവും ക്യാരറ്റ് അനലൈസർ മെഷീൻ വെച്ച് അതിൻ്റെ പ്യൂരിറ്റി കണ്ട് ബോധ്യപ്പെട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. അല്ല, മെഷീൻ ഞങ്ങൾ ആദ്യം കട തുടങ്ങുമ്പോൾ ഉണ്ട്. 10 വർഷം മുന്നെയാണ് ഞങ്ങൾ ഷോപ്പ് തുടങ്ങണമെന്ന് പറഞ്ഞില്ലേ, ആദ്യം വാങ്ങിച്ച മെഷീനാണ്. അന്ന് മുതൽ നമുക്ക് ആ സംവിധാനമൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ വിശ്വസിച്ച് 916 ആണെന്ന് ഉറപ്പ് വരുത്തുന്ന തന്നെ ഈ കടയിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകാം. അത് കുറേ വർഷങ്ങളായിട്ട് അശോക് ഗോൾഡ് പ്രവർത്തിച്ച് വരികയാണ്. അപ്പോൾ ഓരോ വർഷങ്ങളിലും ഓരോരോ ഡിസൈനുകളാണ്. ഇപ്പോൾ ഈ കാണുന്ന എല്ലാം ലേറ്റസ്റ്റ് ഡിസൈൻസ് ആണ്. അപ്പോൾ അതിന് ആ ഡിസൈനുകളുടെ മാറ്റങ്ങൾ എങ്ങനെയാണ് അത് വരുത്തുന്നത്? അതെങ്ങനെയാണ് അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റൈൽ അനുസരിച്ച് എങ്ങനെയാണ് അതിൻ്റെ മാറ്റങ്ങൾ വരുത്തുന്നത്? അതിപ്പോൾ ഞങ്ങളിവിടെ എന്നാന്ന് പറഞ്ഞാൽ
ഏറ്റവും ഉയർന്ന കടകളിൽ വിൽക്കുന്ന ഏത് പാറ്റേണെന്ന് വെച്ചാൽ അത് തന്നെയായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഡിസൈനുകൾ. ഞങ്ങളെ പോലെയുള്ളവർ പണിത് കൊടുക്കുന്നതാണ് ഈ ഡിസൈനുകളല്ല. അതുകൊണ്ട് മാർക്കറ്റിലെ ട്രെൻഡ് എല്ലാം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ എപ്പോഴും പുതിയ പുതിയ ഡിസൈനുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ ഡിസൈനുകൾ തന്നെയാണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ തിരക്കും കൂടി വരികയാണ്. അപ്പോൾ ഈ കൂടുതലാവുന്ന സമയത്ത്, അതായത് ഫെസ്റ്റിവൽ സീസൺ, ഓണം സീസൺ, ക്രിസ്മസ് സീസണിലൊക്കെ നമ്മൾ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യുന്നത്? ഇവിടെ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ സ്റ്റാഫിനെയൊക്കെ വെച്ച് ഇത് ചെയ്യുകയാണ് ചെയ്യണത്. പിന്നെ കൂടുതൽ പുതിയ പുതിയ ഐറ്റങ്ങൾ, ഇപ്പോൾ ഓണവും അതുപോലെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ പുതിയ പുതിയ വെറൈറ്റി ഐറ്റംസും നമ്മളിവിടെ പണിത് വയ്ക്കുന്നുണ്ട്. അങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഐറ്റംസ്, ഇപ്പോൾ ബ്രൈഡൽ സെറ്റ് ആണോ അതോ അല്ലാണ്ടുള്ള കുട്ടികളുടെ ഓർണമെന്റ്സ് ആണോ, ഏതാണ് കൂടുതൽ മൂവിങ് ആയിട്ടുള്ളത്? നമുക്ക് ബ്രൈഡലിൻ്റെ ഇത് കൂടുതലായിട്ടുണ്ട്. പിന്നെ എല്ലാ സാധനവും ഇപ്പോൾ സാധാരണ നോർമൽ യൂസിനുള്ള സാധനങ്ങളാണ്. നമുക്ക് മാല, വളകൾ, ഡെയിലി യൂസ് വളകൾ, ഡെയിലി യൂസ് മാലകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ പോകും. പിന്നെ കല്യാണ സീസൺ വരുമ്പോഴത്തേക്കും കല്യാണ പാർട്ടീസിൻ്റെ സെയിൽ ഇഷ്ടം പോലെ ഉണ്ട്. കുഴപ്പമില്ല, എല്ലാം കൂടി നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ബ്രൈഡൽസിനാണെങ്കിൽ ഇപ്പോൾ ഓരോ ബ്രൈഡ്സിനും ഓരോ ഇതാണ്, ഓരോ ഡിസൈനിങ് ആണ്. ഇപ്പോൾ ചിലർക്ക് സിമ്പിളായിട്ട് മതി എന്ന് പറയും, ചിലർക്ക് അപ്പോൾ അതനുസരിച്ച് എങ്ങനെയാണ് ഡിസൈൻ? ഇപ്പോൾ ചിലർക്ക് എങ്ങനെ വെച്ചാൽ കഴുത്ത് വണ്ണം ഉണ്ടാവും, ചിലർക്ക് കഴുത്ത് വണ്ണം കുറവായിരിക്കും. അപ്പോൾ ആ ഒരു പൊലിപ്പത്തിനനുസരിച്ച് സെറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഇവിടെ ഡിസൈൻ? അത് ഒരുമാതിരി എല്ലാം നമുക്കിവിടെ റെഡി ഉണ്ട്. അപ്പോൾ ഞങ്ങളത് ഇപ്പോൾ കല്യാണ കുട്ടി വരുവാണെങ്കിൽ ആളെ അണിയിച്ച് നോക്കി ഞങ്ങളുടെ സ്റ്റാഫും കൂടി തീരുമാനിച്ചത് ഭംഗിയാക്കുകയാണ് ചെയ്യണത്. പിന്നെ അത് പറ്റാത്തവർക്ക് അവരെന്തെങ്കിലും ഡിസൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് പറ്റുന്ന ഡിസൈൻ നമ്മൾ പണിത് കൊടുക്കും. ഒരു 10-15 ദിവസം ഞങ്ങൾക്ക് സമയം തരുവാണെങ്കിൽ ഏത് ഡിസൈൻ ആയാലും കുഴപ്പമില്ല. സെറ്റ് എന്ന് പറഞ്ഞല്ലോ, അപ്പം സെറ്റായിട്ടാണെങ്കിൽ ഇപ്പം എങ്ങനെയാ 25 പവൻ 50 പവൻ അങ്ങനെയാണോ? അതൊരു 5 പവൻ മുതലൊക്കെ നമുക്ക് കല്യാണ സെറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ ഗ്രാമപ്രദേശമാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ലൈറ്റ് വെയിറ്റ് സാധനങ്ങളുടെ കളക്ഷൻ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ആ ലൈറ്റ് വെയിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 5 പവനിലും ഒരു 10 പവനിലും ഒക്കെ കല്യാണ പെണ്ണെ നന്നായിട്ട് അണിയിച്ചൊരുക്കി എടുക്കാൻ പറ്റുള്ളൂ. അശോക് ഗോൾഡിന്റെ പ്രത്യേകത ബ്രദേഴ്സ് എല്ലാം കൂടെ നടത്തുന്നതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, ആരൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടുത്താമോ? ഞങ്ങൾ ചേട്ടാനിമാർ 4 ചേട്ടാനിമാരാണ്. 4 പേരും കൂടിയാണ് ഈ ഷോപ്പും വർക്ക്ഷോപ്പും എല്ലാം നടത്തുന്നത്. അത് ഞാൻ 3ാമത്തെ ആളാണ്. എൻ്റെ അനിയൻ ഒരാൾ സുനിൽ ഇവിടെ ഉണ്ടോ, സ്ഥാപനത്തിലുണ്ടോ? ഉണ്ട്, ഇവിടെ ഇല്ല, വർക്ക്ഷോപ്പിലുണ്ട്. പിന്നെ എൻ്റെ നേരെ മൂത്താൾ വേണു, അതിൻ്റെ മൂത്താൾ തമ്പി. ഞങ്ങൾ 4 പേരും കൂടിയാണ് നടത്തുന്നത്. പിന്നെ കടയിലുള്ളത് മൂത്ത ചേട്ടൻ്റെ മോനാണ് ശ്രീബിൻ, അവനാണ് കടയിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു കുടുംബ യൂണിറ്റ് ആയിട്ടാണ്, കുടുംബമായിട്ടാണ്. അപ്പോൾ അശോക് ഗോൾഡിൻ്റെ ഒരു എന്താ പറയുക സ്പെഷ്യാലിറ്റി പോലെ നിങ്ങൾക്കൊരു സ്പെഷ്യലായിട്ടൊരു ഗോൾഡ് ഡിസൈൻ ഉണ്ടോ അശോക് ഗോൾഡിൻ്റെ ഒരു ഇതായിട്ട്? അത് സ്പെഷ്യലായിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ സ്പെഷ്യലായിട്ട് ഒരു ഡിസൈൻ എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഡിസൈനുകൾ ഞങ്ങൾ ചെയ്തു കൊടുക്കും. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. ഇപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ ചെന്നാൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഡിസൈൻ വരെ ഞങ്ങൾ ഇവിടെ ഏറ്റെടുത്തത് വർക്ക് ചെയ്ത് കൊടുക്കും. പൊലിപ്പം കൂട്ടിയും വെയിറ്റ് കുറച്ചും അങ്ങനെ ചെയ്തു കൊടുക്കും. അപ്പോൾ കളക്ഷൻസ് ഇപ്പം കസ്റ്റമേഴ്സ് വല്ല സജഷൻ പറയാറുണ്ടോ? ഇപ്പോൾ കളക്ഷൻസ് ഒക്കെ കണ്ടിട്ട് സജഷൻസ് പറയാറുണ്ട്? തീർച്ചയായും അത് ആളുകൾ പറയും. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, മോശമാണെങ്കിൽ മോശമെന്ന് പറയും. അപ്പോൾ കസ്റ്റമർ ഒരാൾ മോശമെന്ന് പറഞ്ഞ ഒരു ഡിസൈൻ ഉണ്ട്, പിന്നെ ഞങ്ങൾ ആ സാധനം കടയിൽ വെക്കില്ല, മാറ്റി ഞങ്ങൾ പുതുക്കി പണിതാണ്. സാർ, അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് 18 ക്യാരറ്റ് ഗോൾഡും ഇവിടെ നൽകുന്നതാണ്. അപ്പോൾ അതിൻ്റെ വിശദീകരണങ്ങൾ ഒന്ന് പറയാമോ? 18 ക്യാരറ്റ് ഗോൾഡ് ഇവിടെ ഉണ്ട്, ഓർണമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു അല്ല എല്ലാ ഐറ്റവും 18 ക്യാരറ്റ് ഇല്ല, എന്നാലും ഡെയിലി യൂസ് ചെയിനുകൾ, പിന്നെ ഡയമണ്ട്, ഡെയിലി യൂസ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുണ്ട്. പിന്നെ ചെയിനുകളൊക്കെയാണ് കൂടുതലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മറ്റേ സ്റ്റഡുകൾ, ഡയമണ്ട് സ്റ്റഡുകൾ, ഡയമണ്ടിൽ സ്റ്റഡും അതുപോലെ തന്നെ ഡയമണ്ടിൽ മോതിരങ്ങൾ, ഇതെല്ലാം മൂക്കുത്തി, ഇതെല്ലാം നമുക്ക് 18 ക്യാരറ്റിലാണ്. എന്നാന്ന് പറഞ്ഞാൽ 916 പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡയമണ്ട് കോസ്റ്റ്ലി ഐറ്റമാണ്. അപ്പോൾ അത് അടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ വില നഷ്ടപ്പെടും. അതുകൊണ്ട് അതെല്ലാം 18 ക്യാരറ്റിലാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ 18 ക്യാരറ്റിൽ ഉള്ള നോർമൽ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ചെയിനും അതുപോലുള്ള സാധനങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ ഈ 916 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? എത്ര പെർസെൻറ്റേജ് ഗോൾഡ് ഉണ്ട്? അത് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്യാരറ്റ് അനലൈസർ മെഷീൻ ഉണ്ട്. അതിൽ വെച്ച് അതിൻ്റെ പ്യൂരിറ്റി നമുക്ക് കാണാം. ശരിക്കും തങ്കം എന്ന് പറയുന്നത് 100%ആണ്. ഈ 100%നകത്ത് നമ്മൾ 8.4 കോപ്പറോ അല്ലെങ്കിൽ സിൽവറോ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരുക്കി എടുത്ത് കഴിയുമ്പോഴാണത് 916 ആകുന്നത്. അപ്പോൾ അങ്ങനെയാണ് 916 ആണ്. അതിനകത്ത് ശരിക്കും 916 അകത്തുള്ളത് 91.6% പ്യുവർ ഗോൾഡും 8.4 അലോയ്സ് ഏതെങ്കിലും ആയിരിക്കും.
അപ്പോഴാണ് കറക്റ്റ് ആണത്. അതിലേതെങ്കിലും ഒരു ഐറ്റം വ്യത്യാസം വന്നാൽ നമ്മൾ ഈ 916 എന്നുള്ള റേഷ്യോ പൊട്ടും. അപ്പം അങ്ങനെയാണ് വരുന്നത്. പിന്നെ തങ്കം എന്ന് പറഞ്ഞത് പ്യുവർ ഗോൾഡാണ്, അത് 100% ആണ്. അതിനകത്താണ് നമ്മൾ 916 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോപ്പർ അല്ലെങ്കിൽ സിൽവറോ മിക്സ് ചെയ്യുന്നു. 18 ക്യാരറ്റ് എന്ന് പറയുമ്പോൾ 75% അതിനകത്ത് പ്യുവർ ഗോൾഡ് ഉണ്ടാവുള്ളൂ, ബാക്കി അലോയ്സ് ആയിരിക്കും. അപ്പോൾ അതിന് കടുപ്പം കൂടുതലായിരിക്കും, ഹാർഡ്നെസ് കൂടുതലായിരിക്കും. അതിനകത്ത് 18 ക്യാരറ്റിൻ്റെ ഗോൾഡ് ആകുമ്പോൾ അതിന് ഹാർഡ്നെസ് കൂടുതലായിരിക്കും, കൂടുതൽ നാൾ പഴകും. 916 ആകുമ്പോൾ ഹാർഡ്നെസ് കുറവായിരിക്കും, മെറ്റൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ സാർ നമുക്ക് അതിന്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാനായിട്ടുള്ള മെഷീൻ മെഷീനും കാര്യങ്ങളും അത് ഏറ്റവും നല്ല ഒരു ഇതാണ്. ഇപ്പോൾ നേരത്തെ പോലെ നമുക്കിപ്പോൾ ഈ സ്വർണം മേടിക്കുമ്പോൾ ഇതിന് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെയാലും കൂലി കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ വരുന്ന കസ്റ്റമർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതിനകത്ത് പ്യൂരിറ്റി കറക്റ്റ് ആണോ, ഞങ്ങൾക്ക് മേക്കിംഗ് ചാർജ് കുറച്ചാണ് തരുന്നത്. അപ്പോൾ അതൊന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട് നമ്മളിപ്പോൾ ക്യാരറ്റ് അനലൈസർ മെഷീൻ ഇവിടെയുണ്ട്, അതിന്റെ പ്രവർത്തനവും നമുക്ക് കാണാം. അത് ഒരു വ്യത്യാസമായിട്ടാണ് ഫീൽ ചെയ്തത്. മറ്റു സ്ഥാപനങ്ങളെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു മെഷീൻ നമുക്ക് കുറച്ചും കൂടെ പ്യൂരിറ്റി അറിയാനും അതിന്റെ ഗോൾഡിന്റെ ക്വാളിറ്റി അറിയാനും തീർച്ചയായും ഞങ്ങൾക്കത് ഇത് അവതരിപ്പിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു സന്തോഷമുള്ള കാര്യമാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ കറക്റ്റ് ആണെന്ന് കസ്റ്റമറെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു അവസരമാണ് ക്യാരറ്റ് അനലൈസർ മെഷീൻ. അത് ഞങ്ങൾ ആദ്യം തന്നെ ഇവിടെ കട തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വെച്ചു. നമുക്കതൊന്ന് കണ്ടു കളയാം. അത് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാനായിട്ടുള്ള മെഷീൻ നമുക്കിവിടെ ഉണ്ട്, നമുക്ക് വിശദമായിട്ട് കാണാം. അപ്പോൾ സാർ, അപ്പോൾ പ്യൂരിറ്റി ചെക്ക് ചെയ്യാനുള്ളത് മെഷീൻ്റെ കാര്യങ്ങൾ ഇതാണ്. ഞങ്ങളുടെ മൂത്ത ചേട്ടൻ്റെ മോനാണ് ശ്രീബിൻ. അപ്പോൾ അവനാണ് ഈ കടയുടെ മൊത്തം കാര്യങ്ങൾ നോക്കുന്നത്. ഈ ക്യാരറ്റ് അനലൈസറിൻ്റെ കാര്യം മറ്റു കാര്യങ്ങളുമെല്ലാം ശ്രീബിൻ നിങ്ങളോട് വിശദമായിട്ട് പരിചയപ്പെടുത്തും. നമുക്ക് പ്യൂരിറ്റി ചെക്ക് ചെയ്യാനായിട്ട് അറിയുന്നത് ഓരോ ഓർണമെൻറ്റ്സ് ആണ്. നമുക്ക് ഇവിടെയാണ് ടെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. നമുക്ക് സിസ്റ്റത്തിൽ കാണാം. ഇത് നമ്മുടെ ഐറ്റം വെച്ചിരിക്കുന്ന ഇവിടെ കാണുന്നത് കേട്ടോ. നമുക്കിത് കാണാമോ? വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് 30 സെക്കൻഡിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് അറിയാം. സ്റ്റാർട്ട് ചെയ്യുക. പ്യൂരിറ്റി നമുക്കത് റിസൾട്ടായിട്ട് എഴുതി നമുക്കത് കാണാം. ഇതതിൻ്റെ ഗോൾഡിൻ്റെ ഗ്രാഫാണ് കാണിക്കുന്നത്. ഇത് കോപ്പർ, സിൽവർ ഉണ്ടെങ്കിൽ നമുക്കിവിടെ വേരിയേഷൻ. ഗോൾഡ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ യെല്ലോ കളർ ഉണ്ടാവില്ല, റെഡ് കളർ മാത്രമേ കയറി. യെല്ലോ വരുന്നതാണ് ഗോൾഡ്, കോപ്പറാണ്. ഇത് റെഡ് കോപ്പറാണ്, യെല്ലോ ഗോൾഡാണ്. സിൽവർ ഉണ്ടെങ്കിൽ സിൽവറിൻ്റെ സൈഡിൽ കാണിക്കും. 30 സെക്കൻഡ് വേണം നമുക്കൊരു പീസ് ടെസ്റ്റ് ചെയ്യാനായിട്ട്. നമുക്ക് 22 ക്യാരറ്റ് 916 ഉണ്ടെങ്കിലാണ് 22 ക്യാരറ്റ്. 91.9 ഉണ്ട്. 91.6നും മേളിലേക്കുള്ള എല്ലാം 916ലാണ് വരുന്നത്. പിന്നെ നമുക്ക് കോപ്പർ, സിൽവർ എന്തൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. മാറ്റ് കുറവുള്ളതാണെങ്കിൽ 21 ക്യാരറ്റ്, 20 ക്യാരറ്റ് ഏതാണ് വെക്കുന്നത്. 18 ക്യാരറ്റ് ആണെങ്കിൽ 18 ക്യാരറ്റ് ഏത് മാറ്റിലുള്ളതാണ് അത് നമുക്ക് അതിനകത്ത് വേരിയേഷൻ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് ലൈവായിട്ട് ഇതിൽ എത്ര ഗോൾഡ് ഉണ്ട്, എത്ര കോപ്പർ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്ന് നമുക്ക് ലൈവായിട്ട് ഗ്രാഫ് വഴി നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു ഉപകാരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഗോൾഡ് സ്ഥാപനങ്ങളിലൊന്നും ഇത് നമ്മൾ കണ്ടിട്ടില്ല. അതൊരു വേറിട്ട ഒരു ഇതായിട്ടാണ് അശോക് ഗോൾഡിൻ്റെ എനിക്ക് പുതുമ തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടിപൊളി നല്ല വെറൈറ്റി കളക്ഷൻസ് നമുക്ക് കാണാം അശോക് ഗോൾഡിൻ്റെ. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് അശോക് ഗോൾഡിൻ്റെ ഒരു നെക്ലേസ് ആണ്. അപ്പോൾ ഇത് വന്നിട്ട് 5 പവനാണ് അല്ലേ? 5 പവൻ്റെ നഗാസ് ചെട്ടിനാട് ഒരു ഫാഷനാണ്. ഒത്തിരി ഇഷ്ടമായി. എൻ്റെ കോസ്റ്റ്യൂമായിട്ട് നല്ല മാച്ചിങ് ആയിട്ടുണ്ട്. നമ്മുടെ ഫേസിന് നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് കൂടാണ്ട് ഞാനൊരു ബ്രൈഡൽ സെറ്റ് ഒരു ചോക്കറും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് 10 പവൻ്റെയാണ്. അപ്പോൾ 10 പവൻ്റെ ഈ ചോക്കറും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാനിതിൽ ഇട്ടത് ഇതാണ്. അശോക് ഗോൾഡിലെ ഭാവി പ്രവർത്തനങ്ങൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത് ഒന്ന് പറയാം. ഭാവി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഇല്ല. ഇപ്പം ഞങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾക്ക് നല്ലൊരു വളർച്ച കിട്ടുന്ന ഒരു ഫീൽഡാണ് നമ്മൾ. ഞങ്ങൾ അത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇനി ഇതിൻ്റെ വളർച്ചയുടെ ആ രീതി അനുസരിച്ച് ഞങ്ങൾക്ക് മാറ്റങ്ങളെന്നും പ്രതീക്ഷിക്കാം, ഉണ്ടാവും. അപ്പോൾ ഇന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം ചന്ദ്രൻ സർ. അപ്പോൾ അശോക് ഗോൾഡ് നമ്മളിന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു. അശോക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പ്രത്യേകതകൾ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം പല രീതിയിൽ പല പൊലിപ്പത്തിൽ ലൈറ്റ് വെയ്റ്റും ഹെവി ആയിട്ടും ഇവർ നിർമ്മിച്ചു തരുന്നതായിരിക്കും. നമ്മൾ പറയുന്ന ഡിസൈൻസിലും ഇവർ നിർമ്മിച്ചു തരുന്നതായിരിക്കും. അതിലുപരി ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു പോസിറ്റീവായി തോന്നിയത് ഇവിടുത്തെ നമുക്ക് ഗോൾഡിൻ്റെ ആ പ്യൂരിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനും കൂടെ ഈ ജ്വല്ലറിയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ ജ്വല്ലറി വന്ന് വിസിറ്റ് ചെയ്യണം. നല്ല യൂണിക് കളക്ഷൻസ് ആണ്, എല്ലാം വെറൈറ്റിയാണ്.
സിമ്പിൾ ഓർണമെൻറ്റ്സും ഹെവി ഓർണമെൻറ്റ്സും വെറൈറ്റി കളക്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു കളക്ഷനുള്ള ജ്വല്ലറിയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.